പ്രിയ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ചിത്രത്തില് റെസിസ്റ്റേഴ്സിന്റെ ഏതാനും ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. എന്താണ് റെസിസ്റ്റേഴ്സ്? നമ്മൾ ATL ലാബിലൊക്കെ പോയപ്പോഴ് റെസിസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് അവയുടെ ഉപയോഗം, എങ്ങനെയാണ് അതിന്റെ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒരു വൈദ്യുത സർക്യൂട്ടില് വൈദ്യുത ഉപകരണങ്ങൾക്ക് ആവശ്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും ക്രമീകരിച്ച് നൽകുന്നതിനാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. രണ്ട് വിധത്തിൽ നമുക്ക് അവയുടെ വാല്യൂസ്, അവയുടെ വിലകൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കളർ കോഡ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ റെസിസ്റ്റേഴ്സിൽ കുറേ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കളർ കോഡ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ വാല്യൂസ് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ലാബിൽ മെഷർ ചെയ്യുന്നത് പോലെ നമുക്ക് അതിന്റെ വിലകൾ മനസ്സിലാക്കാം. റെസിസ്റ്റേഴ്സിന്റെ കഴിവിനെ അല്ലെങ്കിൽ പ്രതിരോധകങ്ങളുടെ, റെസിസ്റ്റേഴ്സിന്റെ മലയാളം പദമാണ് പ്രതിരോധകം. പ്രതിരോധകങ്ങളുടെ കഴിവിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഓം നിയമം പഠിച്ചപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസിന്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പലാണ് നമ്മുടെ ബോർഡിൽ കാണുന്നത്. ഇനിയും ഈ റെസിസ്റ്റേഴ്സിനെ നമുക്ക് രണ്ട് വിധത്തിൽ സർക്യൂട്ടിൽ ബന്ധിപ്പിക്കാം. We can arrange the resistors in two different ways. One is series combination, അതായത് ശ്രേണി രീതി. Second is parallel combination, സമാന്തര രീതി. സീരീസ് കോമ്പിനേഷനിൽ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ സർക്യൂട്ടിലെ കറണ്ടിനും പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനും ഒക്കെ എന്താണ് മാറ്റം എന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടീച്ചറിന്റെ കയ്യിൽ 2 റെസിസ്റ്ററുകളുണ്ട്. ഇവയെ നമ്മൾ എങ്ങനെയാണ് സീരീസിൽ കണക്ട് ചെയ്യുന്നത്? അതായത് ഒരു റെസിസ്റ്ററിന്റെ എൻഡിനെ മറ്റൊരു റെസിസ്റ്ററിന്റെ എൻഡിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. റെസിസ്റ്റേഴ്സിനെ സീരീസിൽ ബന്ധിപ്പിക്കുന്നതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ടീച്ചർ ബോർഡിൽ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചതാണ്. എല്ലാവരും സർക്യൂട്ട് ശ്രദ്ധിക്കുക. R1, R2 എന്നീ റെസിസ്റ്ററുകളെ നമ്മൾ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. I ആംപിയർ കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുന്നുവെന്ന് കരുതുക. ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. പ്രതിരോധകങ്ങൾ ശ്രേണിയായി. സർക്യൂട്ട് പൂർത്തിയാകുമ്പോൾ സർക്യൂട്ടിൽ കറന്റ് പ്രവഹിക്കുന്നു. ബൾബ് നന്നായി പ്രകാശിക്കുന്നു, അല്ലേ? സർക്യൂട്ടിൽ സെല്ലുകളുടെ എണ്ണം കൂടിയപ്പോൾ വോൾട്ടേജും കറന്റും കൂടി. അത് കാരണം ബൾബ് കൂടുതൽ നന്നായി പ്രകാശിക്കുന്നു. സർക്യൂട്ടിൽ സെല്ലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ വോൾട്ടേജും കറന്റും കുറഞ്ഞു. അത് കാരണം ബൾബിന്റെ പ്രകാശ തീവ്രത കുറഞ്ഞു, അല്ലേ? സർക്യൂട്ടിൽ
5 ഓം പ്രതിരോധകം ഉൾപ്പെടുത്തിയപ്പോൾ സർക്യൂട്ടിൽ കറന്റ് കുറയുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ്, അതായത് 5 ഓം റെസിസ്റ്റൻസ് ആഡ് ചെയ്തപ്പോൾ അമ്മീറ്ററിലെ റീഡിങ് നോക്കുക. അത് ഏകദേശം 1.8 ആംപിയർ ആണ് സർക്യൂട്ടിലുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ അന്ന് ജസ്റ്റ് കുറിച്ച് ചെയ്യുക. 1.8 ആംപിയർ. ഇപ്പോൾ അമ്മീറ്റർ റീഡിംഗ് 1.8 ആംപിയർ അല്ലേ? അതായത് സർക്യൂട്ടിലെ കറന്റ് 1.8 ആംപിയർ ആണെന്ന് അർത്ഥം. സർക്യൂട്ടിൽ 10 ഓം പ്രതിരോധകം കൂടി ശ്രേണിയായി ഉൾപ്പെടുത്തിയപ്പോൾ അമ്മീറ്റർ റീഡിംഗ് 0.6 ആംപിയർ. മറ്റൊരു റെസിസ്റ്റൻസ് കൂടി സർക്യൂട്ടിൽ ആഡ് ചെയ്തപ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്രയായിട്ട് കുറഞ്ഞു? ഏകദേശം 0.6 ആംപിയർ ആയിട്ടത് കുറഞ്ഞു. എന്തായിരിക്കും അതിന് കാരണം? റെസിസ്റ്റൻസുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? റെസിസ്റ്റൻസുകൾ ശ്രേണി രീതിയിൽ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മൊത്തമുള്ള ആകെ തുക കൂടി. അതുമൂലം സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞു. ഇനിയും ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ സർക്യൂട്ടിൽ 2 അമ്മീറ്ററുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അമ്മീറ്ററുകൾ നോക്കിക്കേ. ഒന്നാമത്തെ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കുന്നതിനും രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കുന്നതിനുമായിട്ട് 2 അമ്മീറ്ററുകൾ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവയുടെ പ്രത്യേകത? ഈ അമ്മീറ്ററുകളിലെ റീഡിങ്ങുകൾ ഒരുപോലെയാണ്, ഇല്ലേ? അത് എത്ര ആംപിയർ ഉണ്ട്? അപ്പൊ ഇത് ഏകദേശം 0.6 ആംപിയർ ഉണ്ട്. 2 അമ്മീറ്ററുകളിലും ഒരേ റീഡിങ് വന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 റെസിസ്റ്ററുകളിലൂടെയും ഒരേ കറണ്ടാണ് ഒഴുകുന്നത്. അപ്പൊ പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ അവയിലൂടെ ഒരേ കറണ്ടാണ് ഒഴുകുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനിയും ബാക്കി വീഡിയോയിലേക്ക് നോക്കുക. 30 ഓം പ്രതിരോധം കൂടി ശ്രേണിയായി ഉൾപ്പെടുത്തിയപ്പോൾ അമ്മീറ്റർ റീഡിംഗ് 0.2 ആംപിയർ അല്ലേ? അതായത് സർക്യൂട്ടിലെ കറന്റ് 0.2 ആംപിയർ ആണ്. സർക്യൂട്ടിൽ കറന്റ് വീണ്ടും കുറയുന്നു. പ്രതിരോധകങ്ങൾ ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നുവല്ലേ? 3 അമ്മീറ്ററിലും ഒരേ റീഡിംഗ് അല്ലേ? അതായത് ഇവിടെ എല്ലാ പ്രതിരോധകങ്ങളിലും ഒരേ കറന്റ് ഒഴുകുന്നു. മൂന്നാമതൊരു റെസിസ്റ്റൻസ് കൂടി ബന്ധിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് വീണ്ടും കുറഞ്ഞു. അതായത് റെസിസ്റ്റൻസുകളുടെ എണ്ണം കൂടി സർക്യൂട്ടിലെ സഫല പ്രതിരോധം, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടിയതായിട്ട് മനസ്സിലാക്കാൻ നമുക്ക്. അതുകൊണ്ടാണ് കറണ്ട് കുറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ റെസിസ്റ്ററുകളെ അഥവാ പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ സീരീസ് ആയി ബന്ധിപ്പിക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഇവിടെ എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഓരോ റെസിസ്റ്റൻസിന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനായി നമ്മൾ വോൾട്ട്മീറ്റർ അതിനോട് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഓരോ വോൾട്ട്മീറ്ററിലെയും റീഡിംഗ് എങ്ങനെയാണ്? എല്ലാം വ്യത്യസ്തമല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോ റെസിസ്റ്റൻസിനും, അതായത് ഓരോ പ്രതിരോധകത്തിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാം. അതായത് റെസിസ്റ്ററുകളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ അവയിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരേപോലെയായിരിക്കും, എന്നാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഇതിൽ ഏത് റെസിസ്റ്ററിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് കൂടുതലെന്ന് നോക്കിക്കേ. 5 ഓമിനാണോ
10 ഓമിലാണോ അതോ 30 ഓമിലാണോ? നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും 30 ഓമിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് കൂടുതൽ. അതായത് കൂടിയ പ്രതിരോധമുള്ള, കൂടിയ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കേ. I ആംപിയർ കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുന്നു. ഈ I ആംപിയർ കറണ്ട് തന്നെയാണ് എല്ലാ പ്രതിരോധത്തിലൂടെയും എല്ലാ റെസിസ്റ്റൻസിനകത്തൂടെയും ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും I ആംപിയർ കറണ്ട് ഒഴുകി ഇങ്ങനെ സർക്യൂട്ട് പൂർത്തിയാകും. അതോടൊപ്പം R1 എന്ന റെസിസ്റ്ററിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അതിനെ ഞാൻ V1 എന്ന് വിളിക്കുന്നു. R1-നിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം V1 ആണെന്നിരിക്കട്ടെ. R2-നിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം V2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ടോട്ടൽ പൊട്ടൻഷ്യൽ വ്യത്യാസം V എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? V = V1 + V2 അല്ലേ? ഇനി നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഓം നിയമം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓം നിയമം? ഓം നിയമത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ V/I = R. ഇതല്ലേ ഓം നിയമം? ഇതിൽ നിന്നും നമുക്കിവിടെ Vക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Vക്ക് പകരം നമുക്ക് I × R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ I × R = എന്താണ് I സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ആകെ കറണ്ട്. എന്താണ് R? സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് സഫല പ്രതിരോധം. V1-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? I × R1. എന്തുകൊണ്ടാണ് I മാറുന്നില്ല? R1-ലൂടെയും സെയിം കറണ്ടാണ് ഒഴുകുന്നത്. R1-നിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ നമുക്ക് I × R1 എന്നെഴുതാം. അതുപോലെ R2-നിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം V2-നെ നമുക്ക് I × R2 എന്ന് എഴുതാം. അപ്പോൾ I × R = I × R1 + I × R2. ഡൈ കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. I × R = I നമ്മൾ കോമൺ ആയിട്ട് എഴുതി R1 + R2. നമുക്ക് എല്ലാം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R = R1 + R2. എന്താണ് R? R എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും, R1 + R2. ഇനിയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. മോഡ് ഓഫ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് നിങ്ങളുടെ പുസ്തകത്തിലെ ടേബിൾ 1.5 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മോഡ് ഓഫ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? കൂടുകയാണോ കുറയുകയാണോ? നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു അല്ലേ? പ്രതിരോധങ്ങളെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ സഫല പ്രതിരോധം കൂടുന്നു. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും ഇത് ടിക്ക് ചെയ്ത് വെക്കുക. കൂടുന്നു അല്ലെ ഇൻക്രീസസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഇനി വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ്, ഓരോ റെസിസ്റ്റൻസിനും ഇടയിലുള്ള വോൾട്ടേജ് അതെങ്ങനെയാണ്? ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അത് ഡിഫറൻ്റ് ആണ്. അപ്പൊ വ്യത്യസ്തം അല്ലെങ്കിൽ ഡിഫറൻ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യും. ദെൻ കറണ്ട് ടു ഈച്ച് റെസിസ്റ്റൻസ്, ഓരോ പ്രതിരോധകത്തിനും ഇടയിലുള്ള കറണ്ട് എങ്ങനെയാണ്? പ്രതിരോധകത്തിലൂടെയുമുള്ള കറണ്ട് സെയിം ആണ് അല്ലെ? അപ്പൊ സെയിം അല്ലെങ്കിൽ തുല്യം എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കിക്കേ. when resistors R1 and R2 are connected in series, the effective resistance R is equal to R1 + R2. R1 R2 എന്നീ പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ ഇവയുടെ സഫല പ്രതിരോധം R1 + R2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം.
ഇനിയും ടേബിൾ 1.6 നോക്കിക്കേ. അവിടെ ടെക്സ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസില് റെസിസ്റ്റേഴ്സിനെ ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് നമുക്ക് എന്തൊക്കെ അതിനകത്തുനിന്ന് മനസ്സിലായി നോക്കി. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, സഫല പ്രതിരോധം കൂടുന്നു. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം, ഓരോ പ്രതിരോധത്തിലൂടെയുമുള്ള കറണ്ട് തുല്യമായിരിക്കും. The potential difference across each resistor is different. It gets divided as per the value of resistors. റെസിസ്റ്റേഴ്സിന്റെ വില അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു പോയിന്റ് നമ്മൾ പറയാനൊരു പോയിന്റ്, we can't control each resistor with separate switch. നമുക്ക് അവിടെ ഓരോ റെസിസ്റ്ററിനെയും സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. സീരീസ് കണക്ഷനിൽ നമുക്ക് അവയെ സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ കറണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കടന്നു പോകുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഇത് തരുന്നത്. എല്ലാവരും ഇതൊന്ന് നോട്ട്ബുക്കിലേക്ക് കുറിച്ച് വയ്ക്കുക. 3 resistors of 2 ohm, 3 ohm and 5 ohm are connected in series to a 12-volt battery. Calculate the effective resistance, current through the circuit, potential difference across each resistance. അതായത് ശ്രേണി രീതിയിൽ 2 ohm, 3 ohm, 5 ohm പ്രതിരോധങ്ങൾ 12 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സഫല പ്രതിരോധം കാണുക, സർക്യൂട്ടിലെ കറണ്ട് കാണുക, ഓരോ പ്രതിരോധത്തിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുക. ഈ പ്രോബ്ലം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. പ്രോബ്ലം എല്ലാവരും തന്നെ ചെയ്യണം. ഇനി സംശയം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കുക. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നത് R is equal to R1 plus R2 plus R3. So it is 2 plus 3 plus 5, 10 ohm. സഫല പ്രതിരോധം R1 അധികം R2 അധികം R3 ആണ്. ഇത് 10 ohm ആണ്. 2 അധികം 3 അധികം 5. ഇനി കറണ്ട് കാണാൻ നമ്മൾ ഓം നിയമം ഉപയോഗിക്കുന്നു. I is equal to V by R. So പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 10 കിട്ടി. അപ്പോൾ അതുകൊണ്ട് 1.2 ആംപിയർ. Then potential difference across R1. R1 ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. IR1 is equal to 1.2 into 2 is equal to 2.4. Potential difference across R2 1.2 into 3. അതായത് R2ന്റെ വാല്യൂ 3 ആണ്. അതുകൊണ്ട് 1.2 into 3 is equal to 3.6 watt. Potential difference across R3 5 ohm ആണ്. അതുകൊണ്ട് 1.2 into 5 is equal to 6 watt. ഇനി V1 ഇതിനെ നമ്മൾ V1 എന്നതിനെ V2 എന്നതിനെ V3 എന്ന് വിളിച്ചാൽ V1 plus V2 plus V3 നോക്കിക്കേ. 2.4 ഉം 3.6 ഉം 6 ഉം കൂടെ കിട്ടുമ്പോൾ നമുക്ക് എത്ര വോൾട്ട് കിട്ടും? 12 വോൾട്ട് കിട്ടും അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ. അടുത്തതായി നമ്മൾ റെസിസ്റ്റേഴ്സിനെ പാരലലായി ബന്ധിപ്പിച്ചാൽ, അതായത് സമാന്തരമായി ബന്ധിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ 5 ഓം പ്രതിരോധത്തെ സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് കാണുന്നത്. അപ്പോഴത്തെ കറണ്ടും പ്രതിരോധത്തിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും അളക്കുന്നതിന് അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഉണ്ട്. രണ്ടിലെയും റീഡിങ്ങുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? മറ്റൊരു റെസിസ്റ്റൻസ് കൂടി, മറ്റൊരു പ്രതിരോധം കൂടി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി. അതെങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് സമാന്തരമായിട്ട് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും അമ്മീറ്റർ റീഡിങ്ങും നോക്കുക. ഇവിടെ നിങ്ങൾ അമ്മീറ്ററിലേക്ക് നോക്കിക്കേ. 2 റെസിസ്റ്ററിലൂടെയുമുള്ള കറണ്ട് ഒരുപോലെയാണോ? അപ്പൊ വ്യത്യസ്തമാണെന്ന് നമുക്ക് അറിയാം. വോൾട്ട്മീറ്ററിലേക്ക് നോക്കിക്കേ. 2 വോൾട്ട്മീറ്ററിലുമുള്ള റീഡിംഗ് ഒരുപോലെയല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ അവയിലൂടെ ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. എന്നാൽ
അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെയായി. പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചു കാണുക. ഇവിടെ നമ്മള് R1, R2, R3 എന്നീ പ്രതിരോധങ്ങളെ സമാന്തരമായി പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. അവയിലൂടെ I ആംപിയർ കറണ്ട് ആണ് സർക്യൂട്ടിലേതെന്ന് വിചാരിക്കുക. I ആംപിയർ കറണ്ട് ഇവിടെ വന്ന ഇത് സംഭവിക്കും, അത് 3 പ്രതിരോധത്തിലൂടെയും ഒഴുകുന്നു. R1 ഒഴുകുന്ന കറണ്ടിനെ I1 എന്നും R2 ഒഴുകുന്നതിനെ I2 എന്നും R3 ഒഴുകുന്നതിനെ I3 എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ I1 ഇതിലൂടെ ഒഴുകുന്നു, I2 രണ്ടാമത്തെ റെസിസ്റ്റൻസിലൂടെ, I3 മൂന്നാമത്തെ റെസിസ്റ്റൻസിലൂടെ ഒഴുകി I ആംപിയർ ആയിട്ട് സർക്യൂട്ട് പൂർത്തിയാകും. നമ്മളിവിടെ വീഡിയോയിൽ കണ്ടതുപോലെ ഓരോ റെസിസ്റ്റൻസിലൂടെയുമുള്ള കറണ്ട് വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാ റെസിസ്റ്റൻസിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിം ആണ്, അല്ലെങ്കിൽ ഒരുപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 plus I3 എന്ന് എഴുതാം. വീണ്ടും നമുക്ക് ഓംസ് ലോയിലേക്ക് പോകാം. V by I is equal to R. അങ്ങനെയാണെങ്കിൽ ഐക്ക് പകരം എന്തെഴുതാം? V by R. So V by R is equal to I1 പകരം എന്തെഴുതും? V by R1. എന്താണ് V by R1? R1 എന്ന റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട്, R1 എന്ന പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് പ്ലസ് V by R2. എന്താണ് V by R2? V by R2 എന്ന് പറഞ്ഞാൽ I2 ആണ്, അതായത് R2 എന്ന പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് പ്ലസ് V by R3 മൂന്നാമത്തെ പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട്. നമുക്ക് V കോമൺ ആയതുകൊണ്ട് V നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് V by R is equal to V യെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് എഴുതും. V കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. എന്താണ് R? റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോഴുള്ള സഫല പ്രതിരോധം. അത് എന്തിനു തുല്യമാണ്? ഓരോ പ്രതിരോധകത്തിന്റെയും പ്രതിരോധത്തിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ അതിന്റെ വിൽക്രമത്തിന്റെ തുകയ്ക്ക് തുല്യമാണ്. 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് കുറിച്ച് വയ്ക്കും. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാം. ടേബിൾ 1.5ലേക്ക് നോക്കുക. പാരലൽ കണക്ഷൻ, മോഡ് ഓഫ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയായിരുന്നു കുറയുകയായിരുന്നോ? നിങ്ങൾ വീഡിയോയിൽ എന്താണ് കണ്ടത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നു. വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ്, ഓരോ പ്രതിരോധത്തിനും ലഭിച്ച വോൾട്ടേജ് എങ്ങനെയാണ്? അവ തുല്യമാണ്, അതുകൊണ്ട് സെയിം എന്നുള്ളത് ടിക്ക് ചെയ്യുക. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ഓരോ പ്രതിരോധത്തിനും ഇടയിലുള്ള കറണ്ട് അല്ലെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ടത് ഡിഫറൻറ്റ് എന്ന് ടിക്ക്
ചെയ്യുക. When resistors R1 and R2 are connected in parallel, the effective resistance 1 by R is equal to 1 by R1 plus 1 by R2. രണ്ട് റെസിസ്റ്റൻസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 1 by R1 plus 1 by R2 എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത R is equal to R1 R2 by R1 plus R2 എന്ന് എഴുതാം. അതായത് R1 R2 എന്നീ പ്രതിരോധകങ്ങൾ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം കാണുന്ന ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കുക. ഇനിയും ടെക്സ്റ്റിലെ ടേബിൾ ശ്രദ്ധിക്കുക. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നു. Then the current through each resistor is different. ഓരോ പ്രതിരോധകത്തിലുമുള്ള കറണ്ട് വ്യത്യസ്തമായിരിക്കും. Potential difference across all resistors are same. ഓരോ പ്രതിരോധകത്തിനും അല്ലെങ്കിൽ എല്ലാ പ്രതിരോധകങ്ങൾക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കും. Each resistor can be controlled by using separate switches. നമുക്ക് ഈ റെസിസ്റ്ററുകളെല്ലാം നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മളിവിടെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ റെസിസ്റ്റൻസിന് മാത്രമാണ്, ഈ റെസിസ്റ്ററിന് മാത്രമാണ് ബാധകം. അതുകൊണ്ട് ഇവിടെയോ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഓരോ റെസിസ്റ്ററുകളെയും നമുക്ക് പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ വീട്ടില് വൈദ്യുത ഉപകരണങ്ങളൊക്കെ സമാന്തര രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. നിങ്ങളുടെ ബുക്കില് പ്രോബ്ലം എഴുതണം. What is the current if 6 ohm and 12 ohm resistors are connected in parallel and 9 volt potential difference is applied? 6 ohm 12 ohm പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 9 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. അതിന്റെ സൊല്യൂഷൻ ഇവിടെ കിടപ്പുണ്ട്. സംശയമുള്ളവരെ നോക്കുക. R1 6 ohm, R2 12 ohm. ഫോർമുല അപ്ലൈ ചെയ്യുന്നു. 1 by R is equal to 1 by R1 plus 1 by R2 is equal to 1 by 6 plus 1 by 12 is equal to. ഇപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ohm എന്ന് കിട്ടും. ഇനിയും കറണ്ട് I is equal to V by R. വോൾട്ടേജ് 9 വോൾട്ട് ആണ്. R നമുക്ക് 4 ohm എന്ന് കിട്ടി. സോ I is equal to 2.25 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. മറ്റൊരു ചോദ്യം. 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. 2 ohm വീതമുള്ള 10 പ്രതിരോധകങ്ങൾ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം കാണാനാണ് പ്രോബ്ലം ചോദിച്ചത്. അപ്പോൾ 3 ohmന്റെ 5 റെസിസ്റ്റൻസുകൾ ആണെന്ന് വിചാരിക്കുക. 3 ohmന്റെ 5 റെസിസ്റ്ററുകൾ പാരലലിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1 by R is equal to 1 by R1 ന് പകരം എഴുതണം 1 by 3 plus 1 by 3 plus 1 by 3 plus 1 by 3 plus 1 by 3. അപ്പോൾ 5 by 3 എന്ന് വരും. R is equal to reciprocal എടുത്താൽ 3 by 5 എന്ന് വരും. ഇനി ഇവിടെ എന്താണ് 3 എന്ന് പറഞ്ഞാൽ ഈച്ച് റെസിസ്റ്റൻസ് 3 ohm. എന്താണ് 5? നമ്പർ ഓഫ് റെസിസ്റ്റൻസ്, റെസിസ്റ്ററുകളുടെ എണ്ണം, പ്രതിരോധകങ്ങളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ഒക്കെ ഒഴിവാക്കി ഒരു സിമ്പിൾ ഫോർമുല ഉപയോഗിച്ച് ഇത്തരം പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാം. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ R is equal to 3 യുടെ സ്ഥാനത്ത് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രതിരോധകത്തിന്റെയും വാല്യൂ, അതിനെ നമ്മൾ സ്മോൾ r എന്ന് വിളിക്കുന്നു. 5 എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, അതിനെ നമ്മൾ n എന്ന് കൊടുത്താൽ
ഒരേപോലെയുള്ള കുറെ എണ്ണം റെസിസ്റ്ററുകൾ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ നമുക്ക് R is equal to R by N എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ എന്താണ് സ്മോൾ r? ഓരോ പ്രതിരോധകത്തിന്റെയും വാല്യൂ. N എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധകങ്ങളുടെ എണ്ണം. അങ്ങനെയെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? 10 റെസിസ്റ്റേഴ്സ്, 2 ഓമിന്റെ 10 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഇവിടെ സ്മോൾ r എത്രയാണ്? സ്മോൾ r 2 ഓം ആണ്. n എത്രയാണ്? 10 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ R is equal to 2 by 10, that is 0.2 ohm. കണ്ടോ, റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞത് കണ്ടോ? ഒരെണ്ണത്തിന് 2 ഓം ആയിരുന്നു, അത് പാരലലി കണക്ട് ചെയ്തപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 0.2 ആയിട്ട് കുറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് നമ്മളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 30-31 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 8, 9, 15, 16, 17 ഇതെല്ലാം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇതെല്ലാം അസൈൻമെന്റ് ആയിട്ട് ചെയ്യും.